പിരിവ് ആരംഭിച്ച കോഴിക്കോട് പന്തീരാങ്കാവ് ടോൾ പ്ലാസയിൽ അണപൊട്ടി പ്രതിഷേധം. പിരിവ് തടഞ്ഞ് പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ടോളിൽ നിന്ന് പ്രദേശവാസികളെ ഒഴിവാക്കണമെന്നും റോഡ് നിർമ്മാണം പൂർത്തിയാക്കാതെ പിരിവ് പാടില്ലെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെ 8 മണി മുതലാണ് രാമനാട്ടുകര വെങ്ങളം റീച്ചിൽ പന്തീരാങ്കാവിലെ ടോൾ പിരിവ് ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ ആരംഭിച്ച സമയത്ത് തന്നെ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. ഇന്നലെ രാത്രി മുതൽ ഇവിടെ ഒറ്റയാൾ സമരം ഒളവണ്ണ സ്വദേശിയായിട്ടുള്ള മുൻ വാർഡ് മെമ്പർ അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിൽ ഒറ്റയാൾ സമരം നടന്നിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടന്നു. 3 കാര്യങ്ങളാണ് പ്രധാനമായും ഈ ടോൾ പിരിവിനെതിരെ ഇവർ പറയുന്നത്. ഒന്ന്, സർവീസ് റോഡുകൾ പൂർത്തിയാക്കിയിട്ടില്ല. തൊട്ട് അപ്പുറത്ത് പാലം പണി നിൽക്കുന്നു. ഈ പ്രദേശവാസികൾക്കുള്ള സൗജന്യ പാസുമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കണം എന്നുള്ളതാണ്. ഇത് പരിഹരിച്ചതിന് ശേഷം മാത്രമേ ടോൾ പിരിവ് ആരംഭിക്കാൻ പാടുള്ളൂ എന്ന ആവശ്യമാണ് സമരം നടത്തുന്ന ആളുകൾ ഉന്നയിച്ചിട്ടുള്ളത്. DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിന് നേതൃത്വം നൽകി. പ്രവീൺകുമാറിനെയും മറ്റ് പ്രവർത്തകരെയും എല്ലാം 50ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. തുടക്കത്തിൽ അറസ്റ്റിന് വഴങ്ങിയെങ്കിൽ പോലും പിന്നീട് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സമരത്തിൽ ഞങ്ങൾ അറസ്റ്റിന് വഴങ്ങൂ എന്നൊരു തീരുമാനത്തിലായിരുന്നു. അങ്ങനെ പ്രവീൺകുമാർ പറയുന്നത് വരും ദിവസങ്ങളിൽ ശക്തമായ സമരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകും എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും വലിയ പ്രതിഷേധം പന്തീരങ്കാവിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്നു. വലിയ പോലീസ് സന്നാഹം ഇവിടെ ഉണ്ട്. വലിയ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ഇവിടുന്ന് കാറുകൾക്ക് 130 രൂപയാണ് ഒരു വശത്തേക്ക്, 190 രൂപ ഇരുവശത്തേക്കും ടോൾ പിരിവ് നടത്താൻ കൊടുക്കണം. മറ്റു വാഹനങ്ങൾക്കും അതിന്റെ വ്യത്യസ്തമായ നിരക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ പ്രതിഷേധം തന്നെ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നും കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പന്തീരാങ്കാവ് ടോൾ പിരിവ് തുടങ്ങിയ ദിവസം തന്നെ വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. വരും ദിവസങ്ങളിലും സമാനമായ സമരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്.